ഹായ്, ഞാൻ ഷിഹാബ് അരണിക്കൽ. എനിക്ക് ചെറിയ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ? വീഡിയോ കണ്ടില്ലേ? ഒരു MLA അവരുടെ മണ്ഡലത്തിൽ നിന്ന് വേറൊരു, അതായത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വേറെ ഒരു മണ്ഡലത്തിലേക്ക്, ലോക്സഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിലേക്ക് പാർട്ടി മത്സരിക്കാൻ വേണ്ടി നിയോഗിച്ചപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ വോട്ടർമാരുടെ റിയാക്ഷനാണ് നിങ്ങൾ കണ്ടത്. എന്ത് മനോഹരമായ വീഡിയോ ആണ് അല്ലേ? നല്ല, എന്താ പറയാ, നമ്മളൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന കോലത്തിലുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണ് കണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്: മക്കള് ജോലിക്ക് പോകുമ്പോൾ അമ്മമാർക്കും വീട്ടിലുള്ളവർക്കൊക്കെ വിഷമം ഉണ്ടാവും എന്ന് കരുതി അവരെ ജോലിക്ക് വിടാതിരിക്കില്ലല്ലോ. നല്ല ഒരു വാക്കുകളായിരുന്നു അത്. ഇനി വേറൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. പുള്ളി വടകര വന്നിറങ്ങുമ്പോൾ അവിടുത്തെ പുള്ളിയെ സ്വീകരിക്കാൻ വന്ന ജനസാഗരങ്ങള്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മണ്ഡലത്തിൽ നിന്ന് MLAയോട് ഇത്രയധികം ഹൃദയബന്ധം വോട്ടർമാർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രത്തോളം ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് MLAമാരെ, MP മാരെ, രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് വേറെ എല്ലാ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ എന്തായാലും ഇതിനു മുമ്പ് വേറെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നതേ വടകരയിലെ വോട്ടർമാരോടാണ്. വടകരയിലെ ഓരോ വോട്ടർമാരും അവിടെ ഇനി ശൈലജ ടീച്ചർ വന്നിട്ടോ അല്ലെങ്കിൽ BJPയുടെ നരേന്ദ്രമോദി തന്നെ വന്ന് മത്സരിച്ചാൽ പോലും ഇന്നത്തെ ഈ 2 ഈ ഒരു വീഡിയോയും പിന്നെ പുള്ളി അവിടെ എൻ്റർ ആവുന്ന ആ ഒരു ഫോട്ടോയും കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഷാഫി പറമ്പിൽ 100% അവിടെ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയായിരുന്നു മുരളീധരൻ അങ്ങോട്ട് വന്നപ്പോഴും. അപ്പൊ അവിടെ ജയിക്കാന്ന് കരുതിയിട്ട് ആ വെച്ച വെള്ളമൊക്കെ അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും. ഇതെന്റെ അഭിപ്രായമാണ്. ഇതിന് നിങ്ങൾ ആത്മരോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് പറയാനുള്ളത് ഞാനത് ഷെയർ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അദ്ദേഹത്തിന്റെ, ഷാഫി പറമ്പിൽ MLAയുടെ നിയമസഭയിലെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MLAയോട് ഇത്രയധികം ഹൃദയബന്ധം ആ നാട്ടുകാർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അദ്ദേഹം എത്രത്തോളം ആ മണ്ഡലത്തില് ജനങ്ങളുമായിട്ട് അടുത്തിടപഴകി അവരുടെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്, ഇടപെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വേറൊരു കാര്യം, വടകരയിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരാ. ഫാസിസത്തിനെതിരെ നടക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഈ വലിയ തെരഞ്ഞെടുപ്പില് ഇത്രയും നല്ല ഒരു സ്ഥാനാർത്ഥിയെ, അതും ഇന്ത്യയിൽ തന്നെ ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
സ്ഥാനാർത്ഥിയായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ ലഭിച്ചതിൽ നിങ്ങൾ അഭിമാനിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.